ഹായ് ഫ്രണ്ട്സ്, വെൽക്കം യൂട്യൂബ് ചാനൽ മിനോസ് വേൾഡ്. ഞങ്ങളങ്ങനെ 28 വൈകിട്ട് ഒരു 3 മണിയായപ്പോൾ റൂം വെക്കറ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോവാണ്, കന്യാകുമാരിയിൽ നിന്ന്. അപ്പോൾ തിരുവനന്തപുരത്ത് റൂം എടുക്കണേക്കാട്ട് മുമ്പ് കോവളം ബീച്ചിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോവളം ബീച്ചിലേക്ക് പോയി. കോവളത്തെത്തിയപ്പോൾ ചായ കുടിക്കുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങാനായിട്ട് മുമ്പ് അവിടുന്ന് റെസ്റ്റോറൻറ്റിൽ ചായ കുടിച്ചിട്ടാണ് പിന്നെ ബീച്ചിലേക്ക് പോയത്. ഞങ്ങളങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങി. അപ്പോൾ കന്യാകുമാരി ബീച്ച് പോലെ തന്നെ നല്ല തിരക്കുള്ള ബീച്ചായിരുന്നു കോവളം ബീച്ചും. ധാരാളം ആളുകളുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ബീച്ചൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൻസൺ ചേട്ടൻ ഒരു ചേട്ടനെ കൊണ്ട് വന്നു. പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇഗ്വാന എന്ന് പറഞ്ഞിട്ടൊരു ജീവി ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ അതിനെ വളർത്തുന്ന രീതിയെ പറ്റിയും പിന്നെ അതിന് കൊടുക്കുന്ന ഫുഡിനെയൊക്കെ പറ്റി പറഞ്ഞു തന്നു. കോവളം ബീച്ചിൽ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് തിരുവനന്തപുരത്ത് റൂം എടുക്കാനാണ്. അങ്ങനെ റൂമൊക്കെ കിട്ടി. അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിൽ പോയി തിരുവനന്തപുരത്ത്. അപ്പോൾ ആദ്യം പോയത് ഭീമപ്പള്ളിയിലേക്കാണ്. അവിടെ പള്ളിയുടെ അകത്തേക്ക് കയറിയൊന്നുമില്ല, ജസ്റ്റ് പുറത്ത് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ പോയത് ശംഖുമുഖം ബീച്ചിലേക്കാണ്. അപ്പോൾ രാവിലെ പോയത് കൊണ്ടായിരിക്കും ബീച്ചിലങ്ങനെ കോവളം ബീച്ച് പോലെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ശംഖുമുഖത്തുനിന്ന് പിന്നെ ഞങ്ങൾ പോയത് വെട്ടുകാട് പള്ളിയിലേക്കാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ പള്ളിയിൽ കുർബാന നടക്കണ്ടായിരുന്നു, അതിൻ്റെ ജന്മവാർഷികത്തിൻ്റെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പള്ളിയിൽ കയറിയിരുന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങി, പുറത്തെ കാഴ്ചകൾ കാണാൻ. അപ്പോൾ അത് ഒരു ബീച്ചിനോട് ചേർന്നിട്ടുള്ള പള്ളി ആയതുകൊണ്ട് പള്ളിയും കണ്ടു ബീച്ചും കണ്ടിട്ടാണ് പിന്നെ ഞങ്ങളവിടെ പോകുന്നത്. ഇതാണ് വെട്ടുകാട് പള്ളിയുടെ ഉൾവശം. അങ്ങനെ വെട്ടുകാട് പള്ളി കണ്ടു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഉച്ചയായി. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. പോണ വഴി ശ്രീ പത്മനാഭ ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ബ്ലോക്ക് ആയതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ കാറിലിരുന്ന് വീഡിയോസൊക്കെ എടുത്ത് പോന്നു. അപ്പോൾ അന്ന് വൈകിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ റൂമിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ വൈകിട്ട് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. അപ്പോൾ ഇതാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് റൂം എടുത്ത സ്ഥലം. ഇറങ്ങുന്ന സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി കോട്ടയം ഭരണങ്ങാനം പള്ളിയിൽ ഇറങ്ങിയിട്ടാണ് വന്നത്, അൽഫോൺസാമ്മയുടെ പള്ളിയിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.